ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഡൽഗോണ കോഫിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ക്യാപ്പിച്ചിനോ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുക, എന്നാലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നെസ്കഫേയുടെ കോഫി പൗഡറാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ് വേണ്ടത്. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും ഒരു ക്രീമി ഇതാവണ വരെ നമുക്ക് നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് വിസ്കോ ബ്ലെൻഡറോ ഉണ്ടെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്താലും മതി. പിന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അത് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്കൊന്നും കൂടിയും ഇത് തോന്നിയിട്ടുള്ളത് ടീസ്പൂൺ തന്നെയാണ്. ടീസ്പൂൺ കൊണ്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ക്രീമി രൂപത്തിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ കുറച്ച് കളർ മാറിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് നല്ല ക്രീമി ആയിട്ട് എടുക്കണം ഇതിനെ. ഇപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ടൈം പറയുകയാണെങ്കിൽ 10 മിനിറ്റോളം ഞാൻ ഈ ടീസ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നല്ല തണുപ്പിച്ച പാല് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസിൻ്റെ 3/4 ഭാഗത്തോളം പാല് ഒഴിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ നമ്മൾ കോഫി ക്രീമാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് ഈ പാലിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കി ഗ്ലാസ്സിൽ സ്പേസുകൾ അത്രയും നമുക്ക് കോഫി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം കോഫിയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടോ അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് കുടിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചൂട് പാലിൽ ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഏകദേശം ഒരു ക്യാപ്പിച്ചിനോയുടെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ ഡൽഗോണ കോഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുടിക്കുന്ന സമയത്ത് നമ്മളിത് ടീസ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് കുടിക്കേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാം. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.